വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്തു. ഉടൻ മയക്കുവെടി വയ്ക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ വീണ്ടും ഊട്ടിക്കവലയിൽ ആടിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവേനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൽക സയ്യിദ് MV ചേരുന്നു. അനൽക, ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്നാണോ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? ലക്ഷ്മി, ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഈ അമരക്കുനി ഭാഗത്തെ ഊട്ടിക്കവലയിൽ ഈ പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ ആക്രമിച്ചത്. ഇന്നലെ DFO വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ കടുവ ഇര തേടാൻ ഇറങ്ങുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പം അത്തരം ഒരു ഘട്ടത്തിൽ തന്നെ അതായത് ഈ അമരക്കുനി ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷം 4ാമത്തെ തവണയാണ് ഈ ആടിനെ ആക്രമിക്കുന്നത്. ഈ 4 തവണയും ഈ കടുവ ഇര തേടി ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു പുലർച്ചെ സമയത്താണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇന്നലെ ഈ സമാനമായ സാഹചര്യത്തിൽ ആടിനെ കടുവ ആക്രമിച്ചു. ഇന്ന് അത് 24 മണിക്കൂർ തികയും മുമ്പാണ് അടുത്ത ആടിനെ, അതായത് ഈ അമരക്കുനി ഭാഗത്ത് നിന്നും ഏകദേശം 500 മീറ്റർ മാറിയിട്ട് ഈ ഊട്ടിക്കല ഭാഗത്ത് പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ ഈ കടുവ ആക്രമിച്ചത്. ഇതറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സമീപ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉടൻ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയ സമയത്താണ് ഈ ഊട്ടിക്കാലിൽ നിന്നും 500 മീറ്റർ മാറിയിട്ടുള്ള കാപ്പിത്തോട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് DFO മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു സാഹചര്യം സന്ദർഭ സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ തന്നെ കടുവയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇന്നലെ ഈ കടുവയുടെ ഈ ആരോഗ്യനിലയും ബന്ധപ്പെട്ട് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വനംവകുപ്പ്, അതായത് DFO സൂചിപ്പിച്ചിരുന്നത് കടുവയെ കെണിയിലകപ്പെടുത്തി പിന്നീട് മയക്കുവെടി വെക്കുക എന്നൊരു നടപടിയിലേക്കായിരുന്നു നീക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ പറഞ്ഞിരുന്നത്. ഏതായാലും ജനങ്ങളുടെ ആശങ്കയ്ക്ക് പെട്ടെന്ന് പരിഹാരം വേണം തന്നെയാണ്, അതിന് വേണ്ടി തന്നെയാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. ലക്ഷ്യം. വയനാട്ടിൽ നിന്നും അനൽക സയ്യിദ് MV ആണ് വിശദാംശങ്ങൾ നൽകിയത്.